ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 5 ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ടെസ്റ്റ് മത്സരങ്ങൾ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ടെസ്റ്റ് മത്സരങ്ങളിലും അല്ലെങ്കിൽ ഓരോ ഡേയിലെ മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മൾ അതിനെപ്പറ്റിയുള്ള റിവ്യൂ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ആ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പലപ്പോഴും പല കമൻറ്റുകൾ അതിൻ്റെ താഴെ വരാറുണ്ട്. അതിലിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഗ്യാബയിൽ നടന്ന ഒരു ടെസ്റ്റ് മത്സരത്തിനിടയിൽ ഈ ന്യൂ ബോളിനെ പറ്റി സംസാരിക്കുന്നതിനിടയിൽ പല ആളുകളും അതിൻ്റെ താഴെ വന്ന് ചോദിച്ചിരുന്നു, എത്ര ഓവർ കഴിയുമ്പോഴാണ് ഒരു സെക്കൻഡ് ന്യൂ ബോൾ എടുക്കാൻ കഴിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ന്യൂ ബോൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ പല ആളുകളും ചോദിക്കുന്നത് കേട്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു മത്സരത്തിൽ ന്യൂ ബോൾ എങ്ങനെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും 3 ഫോർമാറ്റുകളാണ് ഉള്ളതെന്ന് കാണാനായിട്ട് സാധിക്കും. ഒന്ന് T20 ഫോർമാറ്റ്, മറ്റൊന്ന് ODI ഫോർമാറ്റ് എന്ന് പറയും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദിന ഫോർമാറ്റ്. മൂന്നാമത്തേന്ന് പറഞ്ഞാലാണ് ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ 2 ഫോർമാറ്റുകളും, അതായത് ഏകദിനമായിക്കോട്ടെ അല്ലെങ്കിൽ T20 ആയിക്കോട്ടെ, ഈ രണ്ടും നടക്കുന്നത് വൈറ്റ് ബോളുകളിലാണ് എന്നുള്ളതാണ്. വൈറ്റ് ബോളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ T20 ഇന്റർനാഷണൽ മാച്ച് ആണെങ്കിലും ഏകദിന മത്സരമാണെങ്കിലും ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് കുക്കാബുറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡിന്റെ വൈറ്റ് ബോളുകളാണ് ഉപയോഗിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 15,000 രൂപയുടെ അടുത്താണ് ഒരു ബോളിന്റെ വില എന്നുള്ളതും ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ T20 മത്സരങ്ങളെ പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം. അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് തൊട്ട് മുമ്പ് ആരാണ് ഈ ന്യൂ ബോൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ന്യൂ ബോൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഒരു മത്സരത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് അതിൽ ആ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഒഫീഷ്യേറ്റ് ചെയ്യാനായിട്ട് 4 അമ്പയർമാർ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ കാണുന്നത് 2 അമ്പയർമാരെ മാത്രമാണ്. അവരാണ് ഓൺ ഫീൽഡ് അമ്പയർമാർ എന്ന് പറഞ്ഞിട്ട് ഗ്രൗണ്ടിൽ നിൽക്കുന്ന 2 അമ്പയർമാർ. ഇത് കൂടാതെ ഒരു TV അമ്പയർ ഉണ്ടാവും. തേർഡ് അമ്പയർ എന്നുള്ള പേരിൽ നമ്മൾ ഈ റൺ ഔട്ടും അതുപോലെയുള്ള DRS ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഔട്ട് വിധിക്കാനും അല്ലെങ്കിൽ നോട്ട് ഔട്ട് വിധിക്കാനൊക്കെ ഉള്ള ഒരു TV-യിൽ നോക്കിയിട്ട് ഇതിനാണ് TV അമ്പയർ അല്ലെങ്കിൽ തേർഡ് അമ്പയർ എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും കൂടാതെ ഒരു റിസർവ് അമ്പയർ ഉണ്ടാവും. ഇപ്പോൾ ഓൺ ഫീൽഡ് അമ്പയർമാർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് റിസർവ് ആയിട്ടുള്ള ഒരു അമ്പയർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലി എന്ന് പറയുന്നത് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഈ 2 ടീമുകളുടെയും ഡഗ് ഔട്ടിന്റെ ഒക്കെ സൈഡിൽ തന്നെ അദ്ദേഹം ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമുക്കറിയാലോ, ഒരു T20 മത്സരമാണെങ്കിൽ ആ 20 ഓവർ എറിയേണ്ടത് ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം ഉണ്ട്, ഒരു കറക്റ്റ് ടൈമിനുള്ളിൽ എറിയണമെന്നുണ്ട്. അപ്പോൾ ഓരോ 5 ഓവറുകൾ കഴിയുമ്പോഴും അദ്ദേഹം വന്നിട്ട് ഈ ബോളിംഗ് ടീമിന്റെ ആ ഒരു ഡഗ് ഔട്ടിന്റെ അവിടെ വന്നിട്ട് പറയും, ഇത്ര ഓവർ നിങ്ങൾ പുറകിലാണ്, ഇത്ര മിനിറ്റ് നിങ്ങൾ പുറകിലാണ് എന്നൊക്കെ നമ്മളവർക്ക് ഒരു ഇൻഫർമേഷൻ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. അതാണ് ഈ റിസർവ് അമ്പയറുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പെട്ടിയിലെ ബോളുകളുമായിട്ട്, അതായത് ഈ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ന്യൂ ബോളുകളുമായിട്ട് 2 ക്യാപ്റ്റന്മാരുടെ അടുത്ത് 2 ടീമിന്റെ അടുത്തേലും. അപ്പോൾ അതിൽ നോർമലി ബോൾ സെലക്ട് ചെയ്യുന്ന എപ്പോഴും ഈ ഫാസ്റ്റ് ബോളർമാരെ കൊണ്ടാണ് എല്ലാ ടീമുകളും ബോൾ സെലക്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്കിതിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും തന്നെ എടുക്കാം. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഡഗ് ഔട്ടിൽ വരികയും അവർ ഈ ബോൾ കാണിക്കുകയും ഒരു 10-12 ബോൾ ആ ഒരു പെട്ടിയിലുണ്ടാവും. അപ്പോൾ അത് കാണിക്കുകയും അതിൽ നിന്നുള്ള ഏറ്റവും നല്ല ഒരു ബോൾ നോക്കിയിട്ട് അതിന്റെ ഷേപ്പ് ഇതൊക്കെ നോക്കിയിട്ട് നല്ല സീമൊക്കെ നോക്കിയിട്ടായിരിക്കും ഈ ഫാസ്റ്റ് ബോളർമാർ ബോൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർ ഒരു ബോൾ സെലക്ട് ചെയ്യും, ഇതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ഫാസ്റ്റ് ബോളറും ഒരു ബോൾ സെലക്ട് ചെയ്യും. എന്നിട്ട് അത് അമ്പയർ ഈ റിസർവ് അമ്പയറുടെ കയ്യിൽ കൊടുക്കും. ആ ബോൾ വെച്ചിട്ടാണ് T20 മത്സരങ്ങളിൽ ഈ മത്സരം നടക്കുന്നത്. അതായത് അമ്പയർ അത് പിന്നീട് ഈ ഓൺ ഫീൽഡ് അമ്പയർമാരിലേക്ക് കൊടുക്കുകയും അവരാണ് ഈ മത്സരം നിയന്ത്രിക്കുന്ന സമയത്ത് ആ ബോളുകളാണ് യൂസ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഏകദിന മത്സരങ്ങളിലേക്ക് വരുമ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അവിടെ നമുക്കറിയാം 50 ഓവർ വീതമുള്ള മത്സരങ്ങളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 50 ഓവർ വീതമുള്ള മത്സരങ്ങളായതുകൊണ്ട് തന്നെ ഓരോ ടീമിനോടും 2 ന്യൂ ബോളുകൾ വീതം സെലക്ട് ചെയ്യാൻ പറയുമെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോക്സ് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ അതിലൊരു 10-12 ബോളുകൾ ഉണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിനോട് അതിൽ നിന്ന് 2 ബോളുകൾ സെലക്ട് ചെയ്യാൻ പറയും, ഓസ്ട്രേലിയൻ ടീമിനോടും 2 ബോളുകൾ സെലക്ട് ചെയ്യാൻ പറയും എന്നുള്ളതാണ്. ഇന്ത്യയാണ് ആദ്യം ബോൾ ചെയ്യുന്നതെങ്കിൽ, എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യ ബോൾ ചെയ്യുന്നു, അതിൽ ആദ്യത്തെ ഓവർ എറിയുന്നത് ജസ്പ്രീത് ബുംറ ആണെങ്കിൽ ആ ജസ്പ്രീത് ബുംറ എറിയുന്ന എൻഡിലുള്ള അമ്പയർ ആ ഒരു ബോള് ജസ്പ്രീത് ബുംറയുടെ കയ്യിൽ കൊടുക്കുകയും ആ ഓവർ ബോൾ ചെയ്യാനായിട്ട് പറയുകയും ചെയ്യും. ജസ്പ്രീത് ബുംറ ആ 6 ബോളുകൾ എറിഞ്ഞു കഴിയുമ്പോൾ ആ ബോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഈ അമ്പയർ അദ്ദേഹത്തിന്റെ കയ്യിൽ വെക്കുകയോ അല്ലെങ്കിൽ പോക്കറ്റിൽ വെക്കുകയൊക്കെ ചെയ്യും. മറ്റേ എൻഡിൽ നിന്ന് ഇപ്പോൾ മുഹമ്മദ് സിറാജാണ് ബോൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ആ അമ്പയറുടെ കയ്യിൽ ഒരു പുതിയ ബോൾ ഉണ്ടാവും. ഇപ്പൊ ബുംറ യൂസ് ചെയ്ത ബോളല്ല, മറ്റൊരു ന്യൂ ബോളാണ് അത്. രണ്ടാമത് നമ്മൾ സെലക്ട് ചെയ്ത ബോളാണ്, ആ ബോൾ ഉണ്ടാവും. ആ ബോളാണ് സിറാജ് ബോൾ ചെയ്യുന്നത്. സിറാജിന്റെ 6 ബോളുകൾ കഴിയുമ്പോൾ ആ ഓവർ കഴിയുമ്പോഴേക്കും ആ ബോൾ അവിടെ നിന്ന് മേടിച്ചിട്ട് ആ എൻഡിൽ നിൽക്കുന്ന അമ്പയർ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ വെക്കും. മൂന്നാമത്തെ ഓവർ ജസ്പ്രീത് ബുംറ ബോൾ ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹം ഈ എൻഡിലെ ബോൾ വെച്ചിട്ടാണ് ബോൾ ചെയ്യുന്നത്. അദ്ദേഹം ആദ്യം എറിഞ്ഞ ആ ബോൾ വെച്ചിട്ടാണ്
വീണ്ടും എറിയുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഫലത്തിൽ 50 ഓവർ വീതമുള്ള മത്സരങ്ങളാണെങ്കിൽ 2 ബോളുകളാണ് യൂസ് ചെയ്യുന്നത്. ഒരു എൻഡിൽ നിന്ന് 25 ഓവർ എറിയുന്ന ഒരു ബോളും മറ്റേ എൻഡിൽ നിന്ന് 25 ഓവർ എറിയുന്ന മറ്റൊരു ബോളിലുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ആദ്യ കാലഘട്ടങ്ങളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഒരു 1990കളിലൊക്കെ കളി നടക്കുന്ന സമയത്ത് നമുക്കറിയാം അവസാന ഓവറുകളിലേക്കൊക്കെ കടക്കുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ബോളിന്റെ കളറൊക്കെ പോയിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക് മാറുകയും അല്ലെങ്കിൽ ബോൾ ഭയങ്കരമായിട്ട് വെയർ ആൻഡ് ടയർ ഒക്കെ സംഭവിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്പോൾ 2 ബോളുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും നന്നായിട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. 2 ബോളുകളാണ് ഏകദിന ക്രിക്കറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വരികയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം 2 കളറിലുള്ള ബോളുകളാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടു അഡ്ലൈഡ് ടെസ്റ്റ് അതൊരു ഡേ നൈറ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് മാത്രം അവിടെ പിങ്ക് ബോളാണ് യൂസ് ചെയ്തത്. നോർമലി ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഉപയോഗിക്കുന്ന റെഡ് ബോളാണ്. ഇപ്പൊ നമ്മൾ ഈ ഗ്യാബയിൽ നടന്ന ടെസ്റ്റ് നമ്മൾ കണ്ടത് റെഡ് ബോളാണ്. ഈ റെഡ് ബോൾ വെച്ച് എത്ര ഓവർ ബൗൾ ചെയ്യാം എന്നുള്ളതാണ്. ഒരൊറ്റ ബോളിലേ ബോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഏകദിനത്തിൽ നമ്മൾ പറഞ്ഞ പോലെ 2 ബോളൊന്നുമില്ല, ഒരേ ഒരു ബോളേ ഉണ്ടാവുള്ളൂ. 2 എൻഡിൽ നിന്ന് എറിയുന്നതും ആ ബോൾ വെച്ച് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഒരു ടെസ്റ്റ് മത്സരത്തിൽ എടുക്കുന്ന ആ ഒരു ന്യൂ ബോൾ എന്ന് പറയുന്നത് അത് 80 ഓവർ വരെ എറിയണം എന്നുള്ളതാണ് നിയമം പറയുന്നത്. 80 ഓവർ എന്ന് പറഞ്ഞാൽ 80ാമത്തെ ഓവറിലെ 6 ബോളുകളും ആ ബോൾ വെച്ച് തന്നെ എറിയണം എന്നുള്ളതാണ്. 80 ഓവർ കഴിയുമ്പോൾ മാത്രമാണ് ഈ ഫീൽഡിംഗ് ടീമിന്റെ ക്യാപ്റ്റന് ആ ബോൾ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 80 ഓവർ ബൗൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ന്യൂ ബോൾ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണോ എന്നുള്ളൊരു ചോദ്യം അപ്പോൾ അവിടെ വരാം. അത് നിർബന്ധമല്ല എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഈ ഫീൽഡിംഗ് ടീമിന്റെ കാര്യം പറയുമ്പോൾ അവർ ഈ 80 ഓവർ എറിഞ്ഞു കഴിഞ്ഞ ബോൾ 80 ഓവർ കഴിയുമ്പോൾ ന്യൂ ബോൾ എടുക്കണമോ അതോ ഈ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബോളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമോ എന്നുള്ളത് 100% ആ ഫീൽഡിംഗ് ടീമിന്റെ തീരുമാനമാണ് എന്നുള്ളതാണ്. അതിപ്പോൾ ബാറ്റർ പറയാണ് എനിക്ക് ഈ ബോൾ ചെയ്യേണ്ട, പുതിയ ബോൾ എടുക്കണം എന്ന് പറഞ്ഞാലൊന്നും അവിടെ നടക്കില്ല. അത് ഫീൽഡിംഗ് ടീമിന്റെ തീരുമാനമാണ് ന്യൂ ബോൾ എടുക്കണമോ വേണ്ടയോ എന്നുള്ളത്. എത്ര ഓവറുകൾ വേണമെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ ആ പഴയ ബോൾ വെച്ച് ബോൾ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ആ ബോളിൽ ഒരുപാട് വെയർ ആൻഡ് ടയർ സംഭവിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട്. അല്ലെങ്കിൽ അത് തീരെ മോശമായ ഒരു കണ്ടീഷനിലേക്ക് ആ ബോളിന്റെ അവസ്ഥ പോവുകയാണെങ്കിൽ അമ്പയറിന് അത് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അമ്പയറിന്റെ കയ്യിൽ നമ്മൾ ഒരു റിംഗ് പോലത്തെ ഒരു സാധനമൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിലൂടെ അമ്പയർ ഇങ്ങനെ ഒരു ബോൾ ഗേജ് എന്ന് പറയാം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് നോക്കും. അതിനുള്ളിൽ കൊണ്ട് ഇതിന്റെ ഷേപ്പോ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ബോൾ മാറ്റാനായിട്ട് അമ്പയറിന് ആവശ്യപ്പെടാം. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ബോൾ എടുത്തു, ടെസ്റ്റ് മത്സരം ആരംഭിച്ചു, ഒരു 30 ഓവറോ 40 ഓവറോ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആ ബോളിന് ഇതുപോലെ ഒരു ഷേപ്പ് വ്യത്യാസം വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അമ്പയറിന് വേറൊരു ബോൾ എടുക്കാം. പക്ഷെ എടുക്കുന്ന ബോൾ എന്ന് പറയുന്നത് ഒരു പഴയ ബോളായിരിക്കും. 40 ഓവർ ഇതിനു മുമ്പുള്ള ഏതെങ്കിലുമൊക്കെ മത്സരങ്ങളിൽ കളിച്ച ഒരു ബോളായിരിക്കും. അല്ലെങ്കിൽ 40 ഓവറൊക്കെ യൂസ് ചെയ്ത് അത്രത്തോളം തന്നെ ആ നമ്മൾ 40 ഓവർ യൂസ് ചെയ്ത ബോളിന്റെ അതേ കണ്ടീഷനിലുള്ള ഒരു ബോളായിരിക്കും എടുക്കുന്നത്. ന്യൂ ബോൾ എടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഇത് തന്നെ ഇപ്പോൾ T20 ക്രിക്കറ്റിലും 1 ഡേ ക്രിക്കറ്റിലൊക്കെ വേറെ സംഭവമുണ്ട്. ഈ ബോൾ അടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സ്റ്റേഡിയത്തിന് പുറത്തു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ബോൾ എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് ഡാമേജ് സംഭവിക്കും. അങ്ങനെ സംഭവിക്കുമ്പോഴും അമ്പയറുടെ ശേഖരത്തിൽ നിന്ന് ആ ഓവറുകൾ ഇപ്പോൾ ഒരു ഏകദിന മത്സരമാണ് അല്ലെങ്കിൽ T20 മത്സരമാണെങ്കിൽ 10 ഓവർ കഴിയുമ്പോഴാണ് ഈ ബോൾ സ്റ്റേഡിയത്തിന് പുറത്തു പോകുന്നത്. അത് ലോസ്റ്റ് ആണ്, കിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ 10 ഓവർ പഴകിയ ഒരു ബോൾ അമ്പയറുടെ ശേഖരത്തിലുണ്ടാവും. അതെടുത്തിട്ട് ബോളിംഗ് ടീമിന് ബോൾ ചെയ്യാനായിട്ട് കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ന്യൂ ബോൾ എന്ന് പറയുന്നത് 80 ഓവറുകളിലാണ് യൂസ് ചെയ്യുന്നത് ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് മനസ്സിലാക്കുക. അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള മുഴുവൻ അധികാരവും ഫീൽഡിംഗ് ടീമിനാണെന്ന് മനസ്സിലാക്കുക. ബോളിന് എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അമ്പയർ അത് മാറ്റാൻ പറയുള്ളൂ. അല്ലെങ്കിൽ എത്ര ഓവർ വേണമെങ്കിൽ ആ ബോൾ വെച്ച് ബോൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് ന്യൂ ബോൾ ഈ 3 ഫോർമാറ്റിലും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള ക്രിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.